റോട്ടറി എഞ്ചിൻസിനെ പറ്റി കേട്ടോ, അല്ലെങ്കിൽ ഈ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. ഇന്നത്തെ വിഷയം റോട്ടറി എഞ്ചിൻസ്. 1950 ഫെലിക്സ് വാങ്കൽ എന്ന് പറഞ്ഞൊരു പുള്ളി ആലോചിച്ച് എന്തിനാണ് പറഞ്ഞ പിസ്റ്റൺ മുകളോടും താഴോട്ടും വിട്ട് പവർ ഉണ്ടാക്കിയിട്ട് അതിനെ പിന്നെ കണക്ടറിനോട് വെച്ച് റൊട്ടേഷണൽ ഫോഴ്സ് ആക്കിയിട്ട് എന്നിട്ട് ആ ഫോഴ്സ് നമ്മൾ യൂസ് ചെയ്യണേ. എന്തുകൊണ്ട് നമുക്ക് നേരെ കറങ്ങിക്കൊണ്ട് തന്നെ പവർ ഉണ്ടാക്കിക്കൂടാ? നല്ല ഐഡിയ അല്ലേ? എഞ്ചിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങി പവർ പ്രൊഡ്യൂസ് ചെയ്യണേ നമുക്ക് സ്മൂത്തായിട്ട് കറങ്ങാൻ പറ്റിയൊരു സാധനം വേണം. സ്മൂത്തായിട്ട് കറങ്ങാൻ പറ്റിയ ഷേപ്പിലായിരിക്കണം ഈ സാധനം. അതിപ്പോൾ ഏത് ഷേപ്പ് ഈസി ആയിട്ട് കറങ്ങുക? യെസ്, ട്രയാങ്കിൾ. ഫസ്റ്റ് റോട്ടറി എഞ്ചിൻ്റെ ഉള്ളിൽ കറങ്ങാനായിട്ട് വാങ്കിൾ സെലക്ട് ചെയ്ത ഷേപ്പാണ് ട്രയാങ്കിൾ. മറ്റേ ബിങ്കോ മാഡാങ്കിൾസ് പോലത്തെ ട്രയാങ്കിൾ. ഈ റോട്ടറി എഞ്ചിൻ്റെ ഉള്ളിൽ ഈ ട്രയാങ്കിൾ പോലെ സാധനത്തിനാണ് റോട്ടർ എന്ന് വിളിക്കുന്നത്. നോർമൽ ട്രയാങ്കിൾ അല്ല കേട്ടോ, കുറച്ച് കർവി ടൈപ്പ് ട്രയാങ്കിളാണ്. നോർമൽ ആയിരുന്ന പുള്ളി കറക്കാനായിട്ട് ഇത്തിരി വെള്ളം കുടിച്ചേനെ. ഇനി ഈ റോട്ടറിന് കിടന്ന് കറങ്ങാനായിട്ട് ഒരു ഹൗസിംഗ് വേണം. അതിനും ആളൊരു വീടായിട്ടൊരു ഷേപ്പ് കണ്ടുപിടിച്ചു. സർക്കിളാണോ ഓവലാണോ ഒന്നും പറയാൻ പറ്റാത്തൊരു ഷേപ്പ്. എന്തായാലും സാധനം വർക്ക്. നോർമൽ എഞ്ചിനിലെ പോലെ 4 സ്റ്റേജ് ഇവിടെ ഉണ്ട്: സെക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. പിസ്റ്റൺ താഴോട്ട് പോകുമ്പോൾ വാക്യൂം കാരണം കൊണ്ട് എയറിനെ ഫ്യൂവലിനെ സക്ക് ചെയ്യും അകത്തോട്ട്. അത് കഴിഞ്ഞ് പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ ഈ സക്ക് ചെയ്തെടുത്ത ഫ്യൂവലിനെ കംപ്രസ് ചെയ്യും. മേളിലെത്തി കഴിയുമ്പോൾ ഈ കംപ്രസ് ചെയ്ത ഗ്യാസിനെ പൊട്ടിക്കും. ആ പവർ കാരണം പിസ്റ്റൺ താഴത്തോട്ട് പോകും. പിന്നെ മുകളിലോട്ട് വരുമ്പോൾ ഈ കത്തി കഴിഞ്ഞ എക്സോസ്റ്റ് ഗ്യാസിനൊക്കെ എക്സോസ്റ്റ് ചെയ്ത് കളയും. ഇതിങ്ങനെ താഴോട്ടും മേലോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഈ പറഞ്ഞ 4 സ്റ്റേജിൻ്റെയാണ് റോട്ടറി എഞ്ചിനിൽ നടക്കണത്. ഇവിടെ താഴേക്കും മേലേക്കില്ല, കറക്കാണെന്ന് മാത്രം. ഈ നേരത്തെ പറഞ്ഞ ട്രയാങ്കിൾ ടൈപ്പ് റോട്ടറിന്റെ എഡ്ജ് ഇൻലെറ്റ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വാക്യൂം പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഫ്യൂവലിനെ ഉള്ളിലോട്ട് വലിക്കും, സെക്ഷൻ. എന്നിട്ട് പിന്നെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഉള്ളിൽ പെട്ടുപോയ ഫ്യൂവലിനെ ഞെക്കി കംപ്രസ് ചെയ്യും, കംപ്രഷൻ. കംപ്രസ് ചെയ്ത ഫ്യൂവലിനെ സ്പാർക്ക് കൊടുത്ത് പൊട്ടിക്കും, പവർ. ഈ ഫ്യൂവൽ പൊട്ടുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് വെച്ചിട്ട് വീണ്ടും ഈ ട്രയാങ്കിൾ റോട്ടർ കറങ്ങും. അങ്ങനെ കറങ്ങി അടുത്ത ഹോളിക്കോടെ ഈ കത്തി എക്സോസ്റ്റ് ഗ്യാസിന് മൊത്തം ചവിട്ടി പുറത്തിടും. ഇതാണ് വർക്കിംഗ്. ഇനിയാണ് റോട്ടറി എഞ്ചിന്റെ മാജിക്. ഒരു നോർമൽ എഞ്ചിനിൽ പിസ്റ്റൺ ഈ പറഞ്ഞ 4 സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്താണ് ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുക. റോട്ടറി എഞ്ചിന്റെ കേസിൽ അതല്ല. ഈ നേരത്തെ പറഞ്ഞ ട്രയാങ്കിളി ടൈപ്പ് റോട്ടറിന് 3 സൈഡുള്ള കാരണം കൊണ്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ സൈഡിലും ഫ്യൂവൽ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്നാമത്തെ സൈഡിൽ ഫ്യൂവൽ പൊട്ടി പവർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അപ്പോഴേക്കും സെക്കൻഡ് സൈഡ് അവിടെ ഫ്യൂവലും കൊണ്ട് എത്തിയിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ തേർഡ് സൈഡ് കിട്ടും. അങ്ങനെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കറങ്ങി ഇത് ചറ പവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു 3 സിലിണ്ടറുള്ള നോർമൽ എഞ്ചിൻ ചെയ്യേണ്ട പണിയാണ് ഒരു റോട്ടർ ഒറ്റ സൈക്കിൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. നമ്മളീ പറഞ്ഞത് ഒറ്റ റോട്ടറിന്റെ കാര്യമാണ്. കാര്യങ്ങൾ കുറച്ചുകൂടി എന്റർടൈൻമെന്റ് ആക്കണമെങ്കിൽ റോട്ടറിന്റെ എണ്ണം കൂട്ടിയാൽ മതി. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. 2 റോട്ടർ, 4 റോട്ടർ, എക്സെട്ര എക്സെട്ര. എന്നിട്ടും ഇതേയില്ല. ഇനി ടെർബോ ഉണ്ട്. ടെർബോയുടെ കാര്യം പറഞ്ഞല്ല, അതിന് വേറെ എടുക്കണ്. ദൈവമേ. അപ്പോൾ നമ്മൾ പവർ ഉണ്ടാക്കി. ഇനി ഉണ്ടാക്കിയ പവറിനെ ഗിയർ ബോക്സിലേക്ക്, അതായത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊടുക്കണ്ടേ. അതിനായിട്ട് റോട്ടർ എഞ്ചിന്റെ സെന്ററിൽ ഒരു ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ക്യാം ഷാഫ്റ്റ് പോലത്തെ എക്സെൻട്രിക്കലി മൗണ്ടഡ് ആയിട്ടുള്ള ലോബ്സ് ഉള്ള ഒരു ഷാഫ്റ്റ് ഉണ്ട്. എക്സെൻട്രിക്കലി മൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സെന്റർ ആയിട്ട്, സെന്ററിലല്ല. അങ്ങനത്തെ ലോബ്സ് ഉള്ള ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ ലോബ്സുമെയാണ് ഈ റോട്ടർ ഓരോന്നും ഫിക്സ് ചെയ്യാൻ നമ്മൾ. അപ്പോൾ റോട്ടർ കറങ്ങുമ്പോൾ ഔട്ട്പുട്ട് ഷാഫ്റ്റും കറങ്ങും. ഇതാണ് റോട്ടറി എഞ്ചിൻ. റോട്ടറി എഞ്ചിന്റെ ഡിസൈൻ അഡ്വാൻറ്റേജസ് കാരണം കൊണ്ട് ഒരു നോർമൽ എഞ്ചിന്റെ പകുതി സൈസ് വെച്ചിട്ട് അതിന്റെ ഇരട്ടി പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പേപ്പറിൽ പക്ക എഴുതിയാലും പ്രാക്ടിക്കാലിറ്റിയിൽ വരുമ്പോൾ വാങ്കലിനെ കുറച്ച് വെള്ളം കുടിപ്പിച്ചായിരുന്നത്. അതിലൊരു കേസായിരുന്നു ഈ പറഞ്ഞ റോട്ടറിന്റെ എഡ്ജും ഹൗസിങ്ങും തമ്മിൽ ഒരു എയർ ഗ്യാപ്പ് പോലെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ സെക്ഷൻ നടക്കൂല, കംപ്രഷൻ നടക്കൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എയ്പെക്സ് സീൽസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ടൈപ്പ് സീൽസ് ഈ എഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഡിസൈൻ കോംപ്ലക്സിറ്റീസ് ഉണ്ടായിരുന്നു, എന്നാലും വാങ്കലൊക്കെ സോൾവ് ചെയ്ത്. പിന്നീട് മസ്ഡ അവരുടെ വണ്ടികളിൽ ഈ റോട്ടറി എഞ്ചിൻസ് ഒക്കെ ട്രൈ ചെയ്ത് തുടങ്ങി. മസ്ഡ RX-7, RX-8 ഒക്കെ ലെജൻഡറി റോട്ടറി കാർസ് ആണ്. RX-7 മസ്ഡ യൂസ് ചെയ്തിരുന്ന ഒരു 2 റോട്ടർ സെറ്റപ്പ് ആണ്. അതായത് 2 റോട്ടർ കാസ്കേഡ് വെച്ചിട്ടുണ്ട്. ഈ വെറും 2 റോട്ടർ വെച്ചിട്ടാണ് ആ വണ്ടി അമ്മാതിരി പവർ പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. നോർമൽ എഞ്ചിനിൽ ലിഫ്റ്റേഴ്സ്, പുഷ് റോഡ്, ടൈമിംഗ് ചെയിൻ, വാൽവ്സ്, ക്യാം ഷാഫ്റ്റ് ഈ പറഞ്ഞ ഐറ്റംസിനൊക്കെ പകരമായിട്ട് ഒരു 2 റോട്ടർ എഞ്ചിനിൽ ആകെ ഉള്ളത് 2 റോട്ടർ, അതിന്റെ ഹൗസിംഗ്, പിന്നെ ഒരു ഔട്ട്പുട്ട് ഷാഫ്റ്റ് മാത്രമാണ്. സാധനങ്ങൾ കുറവായതുകൊണ്ട് കേടാവാൻ ഐറ്റംസും കുറവാണ്. ഈ പോസിറ്റീവ്സ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നെഗറ്റീവ്സും ഉണ്ട്. റോട്ടറി എഞ്ചിൻസിന് കംപ്രഷൻ കുറവാറുണ്ട്. പോരാത്തതിന് ഈ സാധനം ചറ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് ഇങ്ങനെ നല്ല ഹൈ RPM കറങ്ങും. അങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. കാണാൻ നല്ല രസമാണ്. പക്ഷേ എഞ്ചിന്റെ ഉള്ളിലിടുന്ന കത്തേണ്ട ഫ്യൂലാണ് പുറത്തിടുന്ന കത്താണ്. സോ മൈലേജ് ഗയ. പിന്നെ ഈ റോട്ടറിന്റെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ഹൗസിങ്ങിന്റെ ഉള്ളിൽ കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഹയർ ടെമ്പറേച്ചറിൽ ഈ ഓയിൽ അങ്ങ് ഫ്യൂലിനൊപ്പം കയറി കത്തും. ദെൻ ഇനി നേരത്തെ പറഞ്ഞില്ലേ റോട്ടറിന്റെ എഡ്ജിലുള്ള ഒരു ഐപെക്സ് സീൽസ്, ഈ സാധനം കാലം ബ്ലോൺ ആയിനാ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോസിറ്റീവ്സ് ഒക്കെ നേരെ തലവത്തി പറഞ്ഞ നെഗറ്റീവ്സ് ആവും. എന്തായാലും റോട്ടറി എഞ്ചിൻസ് ഒക്കെ വളരെ ജീനിയസ് ആയിട്ടുള്ള എഞ്ചിൻ ഡിസൈൻസ് ആണ്. See ya.